അവ വിരിയും മുമ്പ് തന്നെ ഈ ജ്ഞാനം അവക്ക് കൊടുക്കുന്നതാരാണ്? ഈ കുരുന്നു പക്ഷിക്ക് അനേകം നക്ഷത്രങ്ങളെക്കുറിച്ച് അറിയാമെന്നതും അവ ഉപയോഗിച്ച് യാത്ര ചെയ്യാനാകുമെന്നതും അത്ഭുതകരം തന്നെയല്ലേ? ഇതെല്ലാം വ്യക്തമാക്കുന്നത്, അവയെ സൃഷ്ടിക്കുന്നതും മാർഗദർശനം അരുളുന്നതും അല്ലാഹുവാണ് എന്ന വസ്തുതയാണ്. ഈ യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് കാണുക. ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും ചിറകു നിവർത്തിപ്പിടിച്ചുകൊണ്ട് പക്ഷികളും അല്ലാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? ഓരോരുത്തർക്കും തന്റെ പ്രാർത്ഥനയും കീർത്തനവും എങ്ങനെയെന്ന് അറിവുണ്ട്. അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അല്ലാഹു അറിയുന്നവനത്രേ. പറക്കുന്നത് കൂടാതെ പക്ഷികളിലെ ചില വർഗങ്ങൾക്ക് മറ്റു പല കഴിവുകളുമുണ്ട്. ഉദാഹരണത്തിന് ഒട്ടകപ്പക്ഷി, റോഡ് റണ്ണർ തുടങ്ങിയ പക്ഷികൾക്ക് ഒളിമ്പിക്സിൽ റെക്കോർഡ് സൃഷ്ടിക്കുന്ന അത്ലറ്റുകളെക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും. നൂറ് മീറ്റർ സ്പ്രിന്റിനത്തിൽ മനുഷ്യനെ എളുപ്പം അവ പിന്നിലാക്കും. ഒളിമ്പിക്സ് ചാമ്പ്യന് മണിക്കൂറിൽ 39 കിലോമീറ്റർ മാത്രം ഓടാനാകുമ്പോൾ ഒട്ടകപ്പക്ഷിക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ പിന്നിടാൻ കഴിയും. ഒട്ടകപ്പക്ഷിയുടെ നീളമുള്ള ഓരോ കാൽവെപ്പും 3 മീറ്ററോളം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജീവലോകത്തെ ഏറ്റവും വേഗതയാർന്ന ഓട്ടക്കാരാണിവ. ഉടലിൽ ചെറിയ ചിറകുകളുള്ള ജീവികളാണ് പെൻഗ്വിനുകൾ. ഇവ ഈ ചെറിയ ചിറകുകൾ ഉപയോഗിച്ച് കടലിൽ സഞ്ചരിക്കുന്നു. വെള്ളത്തിലെത്തിയാൽ പറക്കുന്നത് പോലെ പെരുമാറുന്ന കൗതുകകരമായ സ്വഭാവമാണ് പെൻഗ്വിനുകൾക്കുള്ളത്. പെൻഗ്വിനുകളും മനുഷ്യനും തമ്മിൽ നീന്തലിൽ മത്സരിച്ചാൽ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവിനേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ പെൻഗ്വിന് നീന്താൻ കഴിയും. എന്നാൽ മനുഷ്യൻ ചെലവിടുന്നതിനേക്കാൾ കുറഞ്ഞ ഊർജം കൊണ്ടാണിവ ഈ നേട്ടം സാധ്യമാക്കുന്നത്. വെള്ളത്തിൽ സ്പീഡ് ബോട്ടുകൾ കണക്കെ ശീഘ്രഗതിയിൽ ചലിക്കാൻ കഴിയുന്ന പെൻഗ്വിനുകൾ കരയിലെ ഏറ്റവും വേഗതയേറിയ നീന്തൽക്കാരാണ്. പക്ഷികളിലെ വൈദഗ്ധ്യം അവയുടെ പറക്കലിൽ മാത്രമല്ല, ജൈവലോകത്തെ ഏറ്റവും സുന്ദരമായ സൃഷ്ടികളിലൊന്നാണ് പക്ഷികൾ. അവയുടെ ചിറകുകളുടെയും ശരീരത്തിന്റെയും അലങ്കാരങ്ങൾ മനോജ്ഞമാണ്. ആൺകിളികൾ ഈ നിറങ്ങളുടെ സൗകുമാര്യം
പെൺകിളികളെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്നു. പക്ഷികളിലുള്ള ഈ വർണ്ണരാജി യഥാർത്ഥത്തിൽ മികച്ചൊരു കലാസൃഷ്ടി തന്നെയാണ്. ഇവയൊന്നും ആകസ്മികത കൊണ്ട് വിശദീകരിക്കാനാവുന്നവയല്ല. ഓരോ ചിറകിനും അതിൻ്റെതായ നിറക്കൂട്ട് കിട്ടിയാൽ മാത്രമേ ഇത്തരമൊരു കലാസുഭഗത ഉദയം കൊള്ളുകയുള്ളൂ. ഈ വർണ്ണരാജികൾ രൂപം കൊള്ളാനുതകുന്ന പ്രത്യേക കോഡുകൾ തന്നെ അവയുടെ കോശത്തിലുണ്ട്. ഇത്ര ഉജ്ജ്വലമായ ഡിസൈൻ പാറ്റേണിൽ ആകസ്മികതയ്ക്ക് ഒരു പങ്കും വഹിക്കാനില്ല. ജൈവലോകത്തെ സുന്ദരമായ ഈ സൃഷ്ടികളിലൂടെ കണ്ണോടിക്കുമ്പോൾ സൃഷ്ടാവിന്റെ വൈഭവം അംഗീകരിക്കാതിരിക്കുവാൻ ആർക്കാണ് സാധിക്കുക? പക്ഷികളുടെ തൂവലുകൾ അടുക്കി വെച്ചതിനു പിന്നിലും അവയുടെ തൂവലുകളുടെ സൗന്ദര്യാത്മകതയ്ക്ക് പിന്നിലും ആ സൗന്ദര്യം അവയുടേതായ വർഗവിഭജനത്തിന് ഉപയോഗിക്കുന്നതിലുമെല്ലാം കൃത്യമായ ഒരു ബുദ്ധിയുടെ സൂക്ഷ്മമായ വ്യവസ്ഥയല്ലാതെ മറ്റെന്താണ് ബുദ്ധിയുള്ളവർക്ക് കാണാൻ കഴിയുന്നത്? ചിറകുകൾ പക്ഷിലോകത്തെ അത്ഭുതമാണ് എന്ന് പറഞ്ഞുവല്ലോ. ആ ചിറകുകളിലെ ഡിസൈനിങ് ഇതേപോലെ തന്നെ അത്ഭുതകരമാണ്. എത്ര സുന്ദരമായാണ് ഈ ഡിസൈനിങ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അത്ഭുതകരമാണ് പക്ഷിലോകത്തെ ഡിസൈനിങ്. അവയുടെ തൂവലുകളുടെ സുന്ദരമായ ഈ രൂപഭംഗി ആരെയാണ് അത്ഭുതപ്പെടുത്താതിരിക്കുക? പക്ഷിലോകത്തെ അത്ഭുതകരമായ ഈ ഡിസൈനിങ്ങിന് ഉദാഹരണമാണ് മയിൽപീലി. ഇക്കാരണത്താൽ തന്നെയാണ് പരിണാമവാദത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിന് മയിൽപീലി അസ്വാസ്ഥ്യം സൃഷ്ടിച്ചത്. തന്റെ സ്നേഹിതൻ അസാഗ്രയ്ക്കെഴുതിയ കത്തിൽ ചാൾസ് ഡാർവിൻ ഇക്കാര്യം തുറന്ന് സമ്മതിച്ചു. 1960 ഏപ്രിൽ മാസം 3-ാം തീയതി അദ്ദേഹം എഴുതിയ കത്തിൽ പറഞ്ഞു, മയിൽപീലി കാണുമ്പോഴൊക്കെ എനിക്ക് അസുഖം പിടിപെടുന്നു. സമ്പൂർണമായ ഡിസൈനിങ്ങിന്റെ ഉദാഹരണമായ മയിൽപീലിയെപ്പോലെയുള്ളവയെ മുൻവിധിയില്ലാതെ നിരീക്ഷിച്ചാൽ ദൈവം തമ്പുരാന്റെ സൃഷ്ടിമഹാത്മ്യം വെളിപ്പെടാതിരിക്കുകയില്ല. ഓരോ ജീവജാലവും ദൈവത്തിന്റെ സൃഷ്ടിമഹാത്മ്യത്തെയാണ് പ്രഘോഷിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. സ്രഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അല്ലാഹുവത്രേ അവൻ. അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവനത്രേ പ്രതാപിയും യുക്തിമാനും. പക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ തന്റെ പദങ്ങളിലെല്ലാം തികഞ്ഞ സന്ദേഹവും അന്താളിപ്പുമാണ് ചാൾസ് ഡാർവിൻ പ്രകടിപ്പിച്ചത്. ആകസ്മികതയുടെ പരമ്പരകൾക്കിടയിൽ നിന്നാണ് ഭൂമിയിലെ ഓരോ ജീവജാലവും ഉദയം കൊണ്ടതെന്നാണല്ലോ
പരിണാമ സിദ്ധാന്തം വാദിക്കുന്നത്. എന്നാൽ ഈ അവകാശവാദത്തെ പിന്തുണക്കുന്ന ശാസ്ത്രീയമായ തെളിവുകൾ ഇതുവരെ